ഇന്ന് നമ്മളുടെ സ്കൂളിലെ പോച്ച വെട്ടുന്ന ദിവസമായതിനാൽ ഭയങ്കരമായ പോച്ച വെട്ടൽ നടക്കുകയാണ്. ഉണ്ണിയാണ് ഓട്ടം കളഞ്ഞിട്ട് വന്ന് പോച്ച വെട്ട് വന്നു. ഇപ്പം ഓട്ടമല്ല എനിക്ക് വലുത്, പരിസരമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ആഞ്ഞു വെട്ടുകയാണ്. ആ ഫിലിപ്പച്ചൻ്റെ ഒരു സാഹസിക പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. പോട്ട് പുല്ലെന്ന് പറഞ്ഞെടുത്തോണ്ട് വരുന്നു. പോച്ച വെട്ട് നടക്കുകയാണ് നമ്മളിവിടെ. ഇത്രയും നല്ല കാടാണ് ഇവിടെ സ്കൂൾ വണ്ടി കിട്ടുന്നതിൻ്റെ പരിസരത്ത് കിടക്കുന്നത്. എന്താ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇത്രയും പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. നല്ല കാട് പിടിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ. ഇന്നത്തെ നമ്മുടെ സാരഥി ഇതാണ്, കുമാറാണ് നമ്മുടെ ഡ്രൈവർ. ഡ്രൈവറിന്റെ വീട് എവിടെയാണ്? ഡ്രൈവർ ഇന്ന് റെസ്റ്റ് ആണ്. ഇതാണ് അർബാനയിൽ ഹെവി എടുത്ത ആളാണ്. ഇങ്ങനെ കുറെ നേരമായിട്ട് ഈ പോച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇടുക. എന്താ പുതിയൊരു നമ്മളെ പോച്ച എടുത്ത പുതിയ ആയുധം, മണ്ണ് പോച്ച കോരിക്കളയാൻ. മൂടോടെ എടുത്ത് കളയുന്നില്ല, ടൂച്ചാണ് ഇത്. മൂടോടെ എടുത്ത് കളയും. വിദേശത്തുനിന്നൊരു കളിക്കാരൻ ഇറക്കിയിട്ടുണ്ട്, ആ മെഷീനൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. മാറി ഉണ്ണിയാണ് മാറി. അങ്ങനെ കൈ കൊണ്ട് പിച്ചാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞത് കൊണ്ട് ഞങ്ങൾ മെഷീൻ ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ ബായി വന്ന് തരും അവിടെ എന്നാൾ മേടിച്ച അതിന്റെ അപ്പുറം നിന്ന് മാറി ഒഴിക്കുന്നുണ്ടായിരുന്നല്ലോ. പോച്ചട്ടാണോ പറ അടിവായി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കാട് പിടിച്ച പോച്ച വെട്ടുന്ന വഴിക്ക് ഇതാ ഒരു ചെറിയൊരു പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ പണിയിടയ്ക്ക് പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നു. പൈപ്പ് ഒന്നും പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇതാ പറഞ്ഞ ആൾ തന്നെ ഇവിടെ പൊട്ടിച്ച് വെച്ചേക്ക് വന്ന്. ഇനി അത് പണിയാനുള്ള തന്ത്രപ്പാടാണ്. കണ്ട ഇവിടെ ഷവർ ഒഴുക്കിയിട്ടുണ്ട്. ഇവിടെ ഷവർ കണ്ട വെള്ളം പോകുന്നുണ്ടോ? പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി അത് കഴിഞ്ഞ് ഇനി നല്ലൊരു ഫുഡ് അടിക്കാൻ നമ്മൾ എല്ലാവരും അടുത്തൊരു ഹോട്ടലിൽ നിന്ന് നല്ല നെച്ചോറും ബീഫ് കറിയും വാങ്ങിച്ചു. പിന്നെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റേജ് തുറന്ന് അതിലാകുമ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ റൗണ്ട് ചെയ്തിരുന്ന് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് നല്ല ഗംഭീരമായൊരു ദിവസമായിരുന്നു.